അള്ളാഹു പറയുന്നു, എന്നോടുള്ള ശുക്ർ മാത്രം പോരാ, എനിക്ക് നിങ്ങളുടെ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്നാലും മാത്രം പോരാ, നിങ്ങളാക്കിയ മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ പറയുകയാ. അതിന്റെ വിശദീകരണമായി ഇമാം റാസി തങ്ങൾ പറയുകയാ, ഫമൻ സക്കറല്ലാഹ തആല വലം യസ്കുർ ലിവാലിദൈഹി, അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഫർദ് മാത്രമല്ല, സുന്നത്ത് മാത്രമല്ല, തഹജ്ജുദ് മുടക്കിയിട്ടില്ല, വിത്ർ മുടക്കിയിട്ടില്ല, അവ്വാബീൻ മുടക്കിയിട്ടില്ല, ദുഹാ മുടക്കിയിട്ടില്ല, റവാത്തിബ് സുന്നത്തൊന്നും മുടക്കിയിട്ടില്ല, പകലന്തിയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് കൃത്യമായി നോമ്പെടുത്ത ആളാ. ഫർദ് നോമ്പ് മുടക്കിയിട്ടില്ല. അത് മാത്രമല്ല, സുന്നത്ത് നോമ്പുകൾ പോലും ആഴ്ചയിൽ 2 ദിവസത്തെ സുന്നത്ത് നോമ്പ് പോലും മുടക്കാറില്ല. പിന്നെയല്ലേ മാസത്തിലെ സുന്നത്ത് നോമ്പ്. അല്ലാ ഹജ്ജ് ഒന്നല്ല, ഒരുപാട് തവണ ഹജ്ജ് ചെയ്ത ആളാ. പ്രവാചകന്റെ ചാരത്ത് സ്വലാത്ത് ചെല്ലാനും ഒരുപാട് അനുരാഗത്തിന്റെ കണ്ണുനീരോടെ പ്രവാചകനോട് വർത്തമാനം പറയാനും ഇടക്കിടക്ക് മദീനയുടെ മണൽപ്പരപ്പിൽ പോകാറുള്ള ആളാ. സകാത്ത് വളരെ കൃത്യമായി കൊടുക്കുന്ന ആളാ. അദ്ദേഹം കൊടുത്ത സദഖയുടെ എണ്ണം അയാൾക്കയില്ല, കോടിക്കണക്കിന് സദഖ കൊടുത്ത ആളാ. അങ്ങനെ ഒരുപാട് ആരാധനയുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ കടന്നുപോയ ആളാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പഠിപ്പിക്കുകയാ. പക്ഷേ വലം യസ്കുറിൽ വാലിദൈഹി, അവന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വിശേഷം അവൻ അറിയില്ല, വാപ്പാന്റെ സുഖവിവരങ്ങൾ അറിയില്ല, വാപ്പാന്റെ രോഗവിവരങ്ങൾ അറിയില്ല, വാപ്പ കഴിക്കുന്ന ഗുളികയുടെ വിഷയങ്ങൾ അറിയില്ല, വാപ്പയുടെ അസ്വസ്ഥതകൾ അറിയില്ല, ഉമ്മാനോടുള്ള കടമയും കടപ്പാടും അവൻ ചിന്തിച്ചിട്ടില്ല. അവനെ പെറ്റുനോ ടാറ്റുതോട്ട് താരാട്ട് പാട്ടുപാടി ഒരുപാട് കണ്ണുനീരിലായി ഉറക്കമുളച്ച് അവൻ ആരോഗ്യം വരുന്നത് വരെ അവന് വേണ്ടി കാതോർത്ത്, അതിനുശേഷവും അവന് വേണ്ടി അധ്വാനിച്ച്, അതിനുശേഷവും അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനാക്കിയ അവളാക്കിയ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ചൊരോർമ്മയില്ല. വാപ്പാന്റെ പൊരുത്തം വേണമെന്നുള്ള ചിന്തയില്ല. പെണ്ണ് കെട്ടിയപ്പോഴോ കെട്ടിച്ചു വിട്ടപ്പോഴോ പിന്നെ മറ്റൊരു ചിന്തയാ. മറ്റൊരു ലോകത്തിലേക്ക് കടന്നുപോയി അവനാക്കിയ അവളാക്കിയ പ്രിയപ്പെട്ട ഉമ്മാനെ വാപ്പാന്റെ ചിന്തയില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, വിഷമിക്കാൻ പറയുന്നതല്ല, കുത്തിനോവിക്കാൻ പറയുന്നതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ് വളരെ ഗൗരവത്തിലാ പറഞ്ഞത്. അനിഷ്കുറുലീ വലിവാലിദൈക്, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ. അള്ളാഹു പറയുന്നു, എന്നോടുള്ള ശുക്ർ മാത്രം പോരാ, എനിക്ക് നിങ്ങളുടെ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്നാലും മാത്രം പോരാ, നിങ്ങളാക്കിയ മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ പറയുകയാ. അതിന്റെ വിശദീകരണമായി ഇമാം റാസി തങ്ങൾ പറയുകയാ, ഫമൻ സക്കറല്ലാഹ തആല വലം യസ്കുർ ലിവാലിദൈഹി, അല്ലാഹു ശുക്ർ ചെയ്തു, ഒരുപാടങ്ങ് ശുക്ർ ചെയ്തു, കൈ കണക്കൊന്നുമില്ല. വലം യസ്കുർ ലിവാലിദൈഹി, പക്ഷെ ഉമ്മാന്റെ വാപ്പാന്റെ വിശേഷമൊന്നും അറിയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നല്ലതുപോലെ ആമീൻ പറഞ്ഞു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് നേടിയാൽ പാസ്സാവും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വിഷയം പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സഹജമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു എക്സ്ട്രാ മാർക്ക് മേടിച്ചാൽ, ഗ്രേസ് മാർക്ക് മേടിച്ചാൽ മറ്റേതങ്ങ് പരിഹരിക്കും. വലിയ അമലായത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള വാപ്പയോടുള്ള